സമയം വന്നിട്ട് മറയൂർ ട്രക്കിംഗ് ആണ്. റെഡി ആയിരിക്കുകയാണ്. ബാക്കി രണ്ടുപേരും വെളിയിൽ പോയി, ഒരാൾ കുളിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ്. ബാഗൊക്കെ നാട്ടിപ്പുണ്ട്. അതൊക്കെ സെറ്റാക്കി നമുക്ക് ഈ താഴെ പോകണം. എന്നിട്ട് ലുക്ക് ഇത് കണ്ടോ, നല്ല തേനീച്ച കൂട്. നമ്മളത് കടന്നത് എവിടെയാണ്? കല്ലെടുത്തറിയാം. ഓക്കെ, കീഴിലെ സാധനം കീഴിൽ ഓടിസൊക്കെ ഇത് പറയും. പൊറോട്ട, പൂരി, പിന്നെ മുട്ട കറി. അങ്ങനെ അവിടെ എല്ലാവരും ഇരിപ്പായി. നല്ല ചായ, മറയൂരിലെ ചായ ഒന്ന് എടുത്ത് കുടിക്കും. എങ്ങനെയുണ്ട്? നമ്മള് ഇത് വെച്ചിട്ട് അറിയാലോ, മുമ്പത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഫോണിട്ട് മഴയാണ് വെളിയിൽ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഫോൺ എടുക്കുന്ന പോണേ ക്വാളിറ്റിയിൽ വ്യത്യാസം വരാം, കുറയാം. ഓക്കെ, അപ്പോൾ റെയിൻകോട്ട്, എല്ലാവരും റെയിൻകോട്ടാണ് ഗൈസ്. എല്ലാവരും വാങ്ങിച്ച് ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം പോകാൻ പോവുകയാണ്. ഈ ഫോൺ ഇനി ഇതിനകത്തോട്ട് ഇറങ്ങും ഗൈസ്. നോക്കൂ, കാരണം നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി റെഡിയായി ട്രക്കിൽ ജീപ്പിലിരിക്കുന്നു. നമുക്ക് നമ്മളെ ഫോൺ തന്നെ മഴയെ തുറക്കാം, കാരണം ഇതാണ് സെറ്റപ്പ്. കണ്ടാ? നമ്മളെ സെലക്ടുകയായി മറയൂർ ട്രക്കിംഗ്. അങ്ങനെ കയറിക്കൊണ്ട് പോവുകയാണ്. റോഡ് കഴിഞ്ഞ ഇനി ഓഫ് റോഡിന്റെ കാലമാണ്. പാറ 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 ഞാൻ പിടിച്ചില്ല. നമ്മള് പാറ പുറത്താണ് പോളത്. ഇവിടെ ആരൊക്കെ നിൽക്കുന്നു, എല്ലാരും ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ എന്തോ പോലെ അവര് പേടിച്ചു പോണു, നമ്മളത് പുറകെ പോണു. കോട്ടമഞ്ഞ് വെള്ളച്ചാട്ടം എവിടെയാടാ? കൂടെ ആദ്യം പള്ളി വെള്ളച്ചാട്ടമല്ല, ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് മഞ്ഞായോണ്ട് പോയി സാറ് ജീവൻ പറയാൻ പറ്റും. എവിടെ എന്താ മലയ്ക്ക് പോണ? കോവിലാ? കോവില് അവനെ അങ്ങോട്ടോ ഇതിനെ പുറത്തുനിന്ന് കയറിയ വിഷയമാണ്.
എടാ എന്നെ പുറത്തുകൂടി എന്നെ കാട്ടണം. ആ ഉണ്ട് അവിടെ നിൽക്കി. വെപ്രാളത്തിൽ എല്ലാരും ഏരിയയാണ്, മലപ്പുറം അല്ലേ? പക്ഷെ തിരിച്ചോ നമ്മള് ഓരോ സ്ഥലത്തിറങ്ങി ഫോട്ടോ എടുക്കാം. എല്ലാരും ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്നെ വിളിക്കുന്നു. നിങ്ങൾക്ക് റെയിലുള്ള കണ്ടന്റ് ഒക്കെ ചെറുതായിട്ടൊക്കെ ആകുന്നുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ നിന്നു. പക്ഷെ പാറങ്ങ് ഉരുണ്ട് നടക്കുകയാണ് ഗൈസ്. മഞ്ഞ് 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 ഇവിടെ നോക്കിയത് മഞ്ഞ്. ആൻഡ് ദെൻ ഗൈസ് എല്ലാരും ഓടുന്നു. കൊള്ളാം കൊള്ളാം. ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ അടുത്ത് പോകുന്നു. ഇറങ്ങാത്ത എന്ത് ഇങ്ങോട്ടിട്ട് അകത്തിരിക്കണ നമ്മളെവിടെയായിരുന്നു? ഇവിടെയായിരുന്നു മുരുകന്മല. മുരുകന്മല ഞങ്ങളാണ് മുരുകൻ്റെ ക്ഷേത്രമൊക്കെ കണ്ടത്. അടുത്ത് നമ്മളെങ്ങോട്ടാ പോകുന്ന? ചന്ദനക്കാട്. ചന്ദനക്കാടില്ലേ? ചന്ദനക്കാടിലേക്ക്. അടുത്ത് നമ്മൾ ചന്ദനക്കാട്. ഇവിടെ ശ്രുതിക്ക് ശ്വാസം പനിയും എന്നിട്ട് ലിപ്സ്റ്റിക് ഇടാൻ മറന്നില്ല. പക്ഷെ ശ്വാസം വിട്ടല്ലേ ഗുളിക എടുക്കാൻ മറന്നു. കൊറേ ഉണ്ട് കൂട്ട കുതിരയത്. എടേ അത് മാൻ, കിടിലൻ മാൻ, ഒരുപാട് മാൻ. ഓ പോലീസ് അടിച്ചോണ്ട് പോകുന്നില്ലേ? കൊമ്പുള്ള ഒരു വലിയ മാനും ബാക്കിയെല്ലാം പെൺമാനായിരിക്കും. ഇതെല്ലാം ചന്ദനക്കാടിന്റെ ചന്ദന മരങ്ങളുടെ ഇടയിൽ. എല്ലാ ചന്ദന മരങ്ങൾക്കും നമ്പർ അടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ചന്ദന മരങ്ങൾക്കും നമ്പർ അടിച്ചാണ് വെച്ചിരിക്കുന്നത്. അടുത്ത് ഇതിന് വേറെ വേലയൊന്നും ഇല്ലല്ലോ, ഫ്രീ കിടക്കല്ലേ? അങ്ങനെ അങ്ങോട്ട് പോകുന്നു. ക്ലോസപ്പ് ക്ലോസപ്പ്. ഒരു പേടിയൊന്നുമില്ല ഇരിക്കുന്നുണ്ട്. അലിമ്പ ഇതിൻ്റെ ഇങ്ങനെ നമ്മൾ വീണ്ടും യാത്ര ചെയ്യും. ഇതൊക്കെ ചന്ദന മരങ്ങളാണ് കൈ. അതാണോ? കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. കേരള ആണ്.
റിസർച്ച് സൗത്ത് യൂണിറ്റ്. അങ്ങനെ വീണ്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഗായ്സ്. അങ്ങനെ നമ്മളെ കാട് വിസിറ്റ് കഴിഞ്ഞു. അടുത്തൊരു വെള്ളച്ചാട്ടത്തിലേക്ക്. എല്ലാരും ഉറങ്ങുകയാണോ? വാട്ടർഫാൾ ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഗായ്സ്. പൊന്നെ കണ്ടില്ലേ അവിടെ പയ്യമ്പ വൈബാണെന്ന്. ഇവിടെ വെള്ളച്ചാട്ടം ഓപ്പോസിറ്റ് വഴിയാണോ? അവിടെ നിന്ന് വെള്ളച്ചാട്ടം ഇങ്ങോട്ടുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ട്. കേട്ടോ കിടില്ല. അത് പിള്ളേര് ചില്ലാണ്. കിട്ടില്ല കിട്ടില്ല, നമുക്കത് കിട്ടില്ല. എപ്പഴും കിട്ടും, ഇനി കിട്ടും, കിടിലായിട്ട് കിട്ടും. കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞൂടെ ഗൈസ്. നമ്മളെ വണ്ടി കൊണ്ടിവിടെ വെച്ച് നമ്മളെ വണ്ടി വലിയ പാറയൊക്കെ ഉണ്ട്. ആൻഡ് ദെൻ ദിസ് ഈസ് ദ വലിയ വെള്ളച്ചാട്ടം അറ്റ് ദ പീക്ക് ഓഫ് ദ പാറ. നിങ്ങളിത് കാണുന്നത് നമ്മൾ ദൂരെ നിന്ന് കണ്ടതാണ്, കാണിച്ചെന്ന് പറഞ്ഞിടാ. ഇതാണ് വ്യൂ. എന്താ അവിടെ പോണ? അവിടെ എന്തോ ബാ ഇറങ്ങിറങ്ങ്. എടാ വാടാ വാടാ, അടേ വാ, ഇറങ്ങിറങ്ങ്. വണ്ടർഫുൾ ഗൈസ്. വെള്ളച്ചാട്ടത്തിൽ നമ്മൾ ടീച്ചറും മോള് രേഷ്മയും കാണാൻ പറ്റുമെന്ന് പറഞ്ഞിടാ. നമുക്ക് ഇങ്ങനെയാണ് കയറി വരേണ്ടത്. എന്തായാലും ഇപ്പോൾ ഒരു മഴ സമയമാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ കൊടുങ്കാറ്റും മഴയും. കൊടുങ്കാറ്റല്ലല്ല അയ്യോ, ഞാൻ എൻ്റെ മനസ്സിന് പോയിട്ട് ഞാനിപ്പോൾ ആടി അടിക്കുന്നു. ഇത് വെള്ളച്ചാട്ടം പാറകളുടെ ഇടയിൽ കൂടി ഒഴുകി പോകുന്നു. ഇതിൻ്റെ പുറത്തേക്ക് വീണ ചഞ്ഞാൽ പിന്നെ ചത്തു പോകുന്നു തോന്നുന്നു, ആർക്കറിയാം. അതിനുശേഷം എല്ലാവരും ഒന്ന് പോകാൻ പോകാൻ ചേച്ചാ. തണുപ്പ് ആൾറെഡി തണുപ്പാണ്, അതിൻ്റെ കൂടെയാണ് എല്ലാവരും പറഞ്ഞ് പോകുന്നത്. വാ ഇതേ വീടല്ലേ, പോട്ട് ദിസ് ഇസ് എ ക്വാളിറ്റി കണ്ട്. ദിസ് ഇസ് എ ക്വാളിറ്റി. ഇത് തന്നെ കളിയാ. മഴയെന്ന് പറഞ്ഞ ഇവിടെ വരാതിരുന്നെങ്കിൽ നഷ്ടം. ഞാൻ ഈ സാധനം ഇല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ലായിരുന്നു. ഈ വെള്ളച്ചാട്ടത്തെ കാണാൻ നമ്മൾ വന്നത്. ഈ വെള്ളച്ചാട്ടൻ്റെ ബാക്കിലാണ് നമ്മൾ പോയത്. അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ജീപ്പ് ബോട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പുറത്ത് ആ വള്ളത്തിൻ്റെ ബാക്കി
ഒഴുകി പോണത് കാണാനും പറ്റും. അതോടൊപ്പം തന്നെ അങ്ങോട്ട് നോക്കുക കൂട്ടുകാരെ, ഇതെന്താ ആദ്യമുള്ള വെള്ളച്ചാട്ടമില്ല, ഡൂപ്പാ. പക്ഷെ നമുക്ക് അങ്ങനെ ഇവിടെ പറയാം, കാരണം ഇതാ അതേപോലെയാണ് അവിടെ ഒഴുകുന്നത്. ആ ഒഴുക്കിലും ചെന്ന് പോയിട്ട് കളയില്ല, ഒഴുകി ചത്തു. അതേപോലെ തന്നെ ഇതും. പക്ഷേ ഇത് ആ പാറയുടെ ഫ്രണ്ടിൽ വന്ന് വീഴുന്നുണ്ട്. അപ്പോൾ എന്ത് വരുന്ന സാധനം. അപ്പോൾ അതിൻ്റെ പുറത്തുനിന്ന് വീഴുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ നമ്മൾ പോയി നിന്നാണ്. നമ്മൾ നിന്ന പാറ ആ പാറയാണ് അതിലാ. അപ്പോൾ നമ്മൾ പോകാൻ പോകാനാണ്. ആൻഡ് ദിസ് ഈസ് എ വാട്ടർഫാൾ. കണ്ടാ കണ്ടാ കണ്ടോ? നനഞ്ഞ് കുളിച്ച് കൂട്ടുകാരെ നമ്മൾ അവിടെ നിന്ന് പോകാൻ പോയാണ്. എന്തിനാണ് വെള്ളച്ചാട്ടം മാത്രമേ പറഞ്ഞോളൂ. എന്തായാലും വെള്ളച്ചാട്ടം അതാ ബൈ. അപ്പോൾ നമുക്ക് ഈ മറയൂർന്ന് കിട്ടിയ വെള്ളച്ചാട്ടം നമ്മൾ പണിത് ഇവിടെ മാറുകയാണ്. അപ്പോൾ എല്ലാവരും പോകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ പോകാൻ പറ്റും. പക്ഷേ ഇവിടെ പോയാൽ നമ്മൾ മുങ്ങി ചത്തു. അതർ ഗ്യാസ് ഇറങ്ങുകയാണെങ്കിൽ. അപ്പോൾ ദാറ്റ്സ് വൈ നമ്മളതെല്ലാം വിട്ടിട്ട് ഇവിടെ നിന്ന് പോകാൻ പോവുകയാണ്. ഇതൊരു വൈബ് സാധനമായിരുന്നു കേട്ടോ. ഞാൻ മൊത്തം നനഞ്ഞ് കുളിച്ച് ഹട്ട് മൊത്തം നനഞ്ഞ് പാൻറ്റെല്ലാം നനഞ്ഞ് എല്ലാം കളഞ്ഞ് നനഞ്ഞ് ചട്ടിക്ക് നനയുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ തൊട്ട് നമ്മൾ ആൾക്കാർ കറിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റ് ആയിരുന്നില്ലേ? നല്ലൊരു എക്സ്പീരിയൻസ് ഇനി നമ്മള് സത്യം പറഞ്ഞാൽ ഈ കവറിന്റെ ഫോഗ് കയറി തോന്നുന്നു, ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം. എന്തായാലും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ആരും മങ്ങൽ എന്തായാലും കാണും. അങ്ങനെ നമ്മൾ മല കയറി ശേഷം വീണ്ടും ഹൈ റേഞ്ച് കയറുകയാണ്. വീട്ടിന്റെ ഫ്രണ്ട് റോഡ് പച്ചപ്പ് എന്ത് കാണാനെത്താം. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ശർക്കര ഫാക്ടറി. ഈ നനഞ്ഞു വിളിച്ചിട്ടാണ് ശർക്കര ഫാക്ടറി. അവിടെ പോകുമ്പോൾ എല്ലാം അലിഞ്ഞു പോകുന്നുണ്ടോ? നമുക്ക് കാണാം വീട് ഹൈ റേഞ്ച് പാറകൾ. രസം നമ്മള് ശർക്കര മറയൂർ ശർക്കര എന്ന ഫാക്ടറിയിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഇത് ഫാക്ടറി ഫോർ കോളേജ് ഐവിക്ക് വേണ്ടി ചെറിയ സ്മാൾ. ആൻഡ് ഇതാണ് ശർക്കര ഫാക്ടറി. എന്നിട്ട് കരിമിഞ്ചസ് ഉണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ KG. വാവ്, ശർക്കര ഫാക്ടറിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ആരും ചെയ്യുന്നില്ല, നമ്മൾ സ്വന്തമായിട്ട് കയറി പോകണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് 100, 120 അങ്ങനെ റേഞ്ചുകളിൽ ചുക്ക് കാപ്പി അങ്ങനത്തെ കാപ്പികളെല്ലാം ഇവിടെ ലഭ്യമാണ്. ചായക്കാപ്പി അങ്ങനെയുണ്ട്, ചായക്കാപ്പി ഉണ്ട്, ചുക്ക് കാപ്പി. അപ്പോൾ പിന്നെ ഇവിടെയാണ് കൊണ്ടാക്കണത്. അതിൻ്റെ ഡിഷും സംഭവവും കാര്യങ്ങളും സാധനങ്ങളെ ചൂടൊക്കെ ആവി തുറന്ന് പോവുകയാണ്. ആൻഡ് അവിടെ ചാക്കിൽ ഒളിപ്പിച്ച് ചവണി. നിങ്ങളെല്ലാവരും മറയൂർ ശർക്കര കേട്ട് കാണും. ഇത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന രീതിയൊക്കെ പറഞ്ഞു തരാം. 1500 കിലോ കറുമ്പ് എടുക്കണം. ആ മെഷീൻ അവിടെ ഉണ്ട്. മെഷീനിൽ ആക്കി എടുക്കും. ജ്യൂസ് എടുക്കുമ്പോൾ പമ്പ് വർക്കിംഗ് ആയി ഈ ടാങ്കിലേക്ക് വരും. ഈ ടാങ്കിലേക്ക് ഒരു പാത്രം ജ്യൂസ് വരും. ഒരു പാത്രം ജ്യൂസ് എന്ന് പറഞ്ഞാൽ 750 ലിറ്റർ വരും. 750 ലിറ്റർ ഇതിലേക്ക് വരും. ഇതിലേക്ക് വിട്ട് കഴിഞ്ഞ് തിളപ്പിക്കുമ്പോൾ ചെറിയ പത വരും. പതയൊക്കെ കോരി അങ്ങോട്ട് മാറ്റും. അതിൽ വന്നിട്ട് 150 രൂപ കട്ട കുമ്മായമുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ പതയൊക്കെ പൊങ്ങി വരും. അതിൻ്റെ ടേസ്റ്റൊക്കെ പൊങ്ങി വരും. ടേസ്റ്റൊക്കെ മാറ്റി കഴിഞ്ഞാൽ 3 മണിക്കൂർ നിർത്താതെ തീ കൊടുക്കുമ്പോൾ നല്ലപോലെ കുറുക്കാവും. കുറുക്കായ ശേഷം കുറച്ച് എടുത്ത് വെള്ളത്തിലിട്ടാൽ കട്ടയാവും. കട്ടയായ ശേഷം ആ വാളുണ്ട്. വാളുകൾ ഓഫായിട്ട് അപ്പുറത്തെ പാത്തിയിലേക്ക് ഇടും. ആ പാത്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ തണുക്കുന്നതും ഫ്രൈ ആകും. ഫ്രൈ ആയി കഴിഞ്ഞാൽ ഉരുത്തിയെടുത്താൽ മതി. ചൂടോട് കുത്തുന്നു, അരികൊണ്ട് കുത്തുന്നില്ല. അതേപോലെ ചൂടോട് കുത്തി കഴിഞ്ഞാൽ ശർക്കര സ്ട്രോങ് ആയി. നിങ്ങൾക്ക് വരുന്നവർക്ക് ശർക്കര ടേസ്റ്റ് ചെയ്യാൻ മേടിക്കാം, എല്ലാം ചെയ്യാം. ഓക്കെ. ഈ പത വേസ്റ്റ് ആണല്ലേ?
പല വേസ്റ്റ് ആയാലും നമ്മൾ ഉരുക്കാൻ പറ്റുള്ളൂ, ഉരുളി കിട്ടത്തില്ല. അതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഉരുളത്തില്ല. നമ്മൾ വൃത്തിയായാലും വീട്ടിൽ പൊടിയാക്കാൻ പറ്റില്ല. പേടിക്കേണ്ട കാൽസ്യമാണ് നമ്മൾ 150 ഗ്രാമേ ചേർക്കുന്നത്. കഞ്ഞി ഉൾപ്പെടുന്നല്ലോ, അതേപോലെ കഞ്ഞിക്ക് പറഞ്ഞ 1 കിലോ കായ്ക്കായി ഇടാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് പല കോരി മാറ്റുന്നത്? അരിപ്പുണ്ടാവും, കണ്ണാപ്പുണ്ട്. ഇന്നും പണിയില്ല, ഇന്ന് മഴയായതുകൊണ്ട് കാർത്തികമായതുകൊണ്ട് കിടക്കൊക്കെ ആണെങ്കിൽ പണിക്കാരൊക്കെ എല്ലാവരും കഴിയുമ്പോൾ അതിന് പുക്കുവോ ആ ഷട്ടർ ബുക്കുമ്പോൾ അവിടെ പോയി വലിയ അടുത്ത് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇത് കല്ലും മണ്ണും ഒന്നും കാണത്തില്ല. നമ്മൾ പിള്ളേർക്ക് എന്തോരം വേണമെങ്കിലും കൊടുക്കാം. വേറെ നമ്മൾ ഇട്ടേണ്ട വോയിസ് കിട്ടില്ല, കിട്ടിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു, ഇല്ലെങ്കിൽ മുഴക്കം. നമുക്കിനി 2 സ്ഥലം കൊണ്ട് കാണാനുണ്ട്. പക്ഷേ ഫോണിൽ ചാർജ് ഇനി ഏകദേശം ഒരു 20% ഉണ്ട്. അതുകൊണ്ട് അവിടെ പോയിട്ട് എന്താണെന്ന് മാത്രം കാണിച്ചത്. ആപ്പിള് കണ്ട് ആ ഓക്കെ, കിട്ടി പൊളിച്ച്. ഇപ്പോഴാണ് കണ്ടത്. പോവാം, നമ്മളെ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ കയറാം. ടോപ്പില് നമ്മൾ അവിടെ കയറാൻ പോണേന്ന് 2 വണ്ടികൾ. അപ്പോൾ സ്ഥലം ഇതാണ്, നോക്കിക്കോ. ഇതിങ്ങനെയാണ് ഇവിടെ നമ്മൾ കയറാൻ പറ്റും. ഇവിടെ ഇങ്ങനെ നമ്മൾക്ക് പടി സ്റ്റെപ്പ് കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഓക്കെ, അവിടെ ആൾക്കാർ നടന്നു പോകുന്നു. ഞാൻ പിന്നെ അവിടെ നിന്ന് ഇതെടുക്കുന്നത് അറിയാലോ, ചാർജ് ഇല്ല നമുക്ക് ഫോണിൽ. ഇനി ഒരു സ്പോട്ടും കൂടി ഉണ്ടോന്നാണ് പറയുന്നത്. സ്പോട്ട് ഉണ്ടോ എന്തോ ആർക്കറിയാം. ഈ ഫോണിൽ തീരുമാനം ചാർജ് എടുക്കും. അതിൻ്റെ അകത്ത് മാക്സിമം 6 പേർക്ക് സ്പേസ് ഉള്ളൂ കേട്ടോ, അതിൻ്റെ ഉള്ളിൽ കയറാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് ചെയ്യാൻ പോകണം. കൂട്ടുകാരെ തൻ്റെ ഇവിടെ ഉള്ള എല്ലാ പുല്ലുകളിലും ഇങ്ങനെ പറിച്ച്, അത് മൊത്തത്തിൽ കുറച്ച് പറയും. അങ്ങ് മുറിക്കുക, തയ്ക്കുക, മണത്ത് കയറ്റുക. ഇതാണ് പുൽത്തൈലം. പുൽത്തൈലത്തിൻ്റെ പുല്ലാണ് കാഴ്ച നിങ്ങൾ ഈ കാണുന്നത്. പുൽത്തൈലത്തിൻ്റെ പുല്ല് എടുത്തുകൊണ്ട് പോകാല്ലേ. ഇതാണ് എടുത്തുകൊണ്ട് പോകുന്നത് റേസാണ് വീട്ടിൽ. നമ്മളെന്തെങ്കിലും എവിടെയെങ്കിലൊക്കെ കയറും, ഇത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതാണ്ട് അവിടെ ചെറുത്, എവിടെയൊക്കെ വണ്ടികളൊക്കെ കിടപ്പുണ്ട്, കാണാൻ പറ്റും. നമുക്കവിടെ കയറാം. 7 പേര് മാത്രം. ഞാൻ 7ാമത്. 6ാമതാ? അപ്പോൾ 7 ഇല്ല. വരട്ടെ. പയ്യന്മാരെ അവിടെ നിന്ന് പറഞ്ഞേട്ടോ. ഞാൻ സ്റ്റെപ്പ് നോക്കാണ്ട് കയറണത്. കയറിട്ട് വേണം. അയ്യോ നമ്മളെ കയറണേ. ഞാൻ കയറട്ടെ. നമ്മൾ 7 പേരുടെ കയറിയിരിക്കുകയാണ്. നമുക്ക് പുറത്തോട്ട് നോക്കുമ്പോൾ മൊത്തം മഞ്ഞ്. പിന്നെ കുറച്ചൊക്കെ കാണാം. അയ്യോ കൗണ്ടറുള്ള. അപ്പോൾ കുഴി എവിടെ നിന്ന് വീണാ പൊത്തി ചത്തു. എവിടെ സ്വർഗമോ ലൈറ്റ് അവിടെ പാട്ട് ഡാൻസ് കേട്ടാ. അയ്യോ ബൈ 1 2 3. ആടുന്നുണ്ട്. അത് മാത്രം ഇതൊക്കെ കമ്പി കിട്ടുന്ന ചുറ്റിക്കുള്ളൂ. ഒരു വലിയ കണ്ണ് കാറ്റ് വന്ന കൊടുങ്കാറ്റ് വന്ന പറന്നു. ഫോണ് ചാവുന്നവരൊക്കെങ്കിൽ നമുക്ക് ഈ വീഡിയോ എടുക്കാം. ഇതാണ് ഹട്ട്. ഇവിടുത്തെ പുല്ലുണ്ടാക്കി ഹട്ടായിരിക്കാം. മഴയൊക്കെ തുള്ളിയിട്ട് പെയ്യുന്നു. വീടിൽ വീണല്ലേ. അടുത്ത് നല്ല സ്ഥലങ്ങൾ, നല്ല കാണാൻ പറ്റിയ പൂന്തോട്ടങ്ങൾ. അവിടെ പൂക്കളെല്ലാം അവിടെ ഉണ്ട്. അവിടെ ഇല്ലാത്തതൊന്നും അവിടെ ഇല്ല. ഇവിടെയൊക്കെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. കുരുമുളക് ഇതെന്താണ് ഇവിടെന്താ വെള്ളച്ചിട്ടിക്കുന്നതാണോ? ചാണകമാണോ? ഓക്കെ, അവിടെ കൃഷി ഓക്കെ. വലുതായിട്ടൊന്നും പറയാനൊന്നുമില്ല, പക്ഷേ വെൽ മൈൻഡ് ദിസ് തിങ്സ്. ഓക്കെ, അതുകൊണ്ട് കാണാൻ നല്ല സുന്ദരം മനോഹരം. നമുക്ക് ഈ ഹട്ടിൻ്റെ അത് കയറാം. ഫുൾ തൈല നിർമ്മാണ യൂണിറ്റ്. ഓക്കെ, ഇനി അത് കയറുമ്പോൾ നമുക്ക് ഒരു ക്യാരറ്റ് കാണാം. ക്യാരറ്റ് എന്നല്ലേ നമ്മുടെ കാര്യം. അതിനകത്ത് ഹട്ടാണ്. ഇവിടെ പുല്ലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പുല്ല് ടേസ്റ്റ് ചെയ്യുന്നു.
അപ്പോൾ നമുക്ക് മതിയാക്കാം. ഇതെല്ലാം എനിക്ക് അയച്ച് കിട്ടണം. ഇവിടെ ചേച്ചി പറഞ്ഞ വാ പോ, അവിടെ പോ, നമ്മുടെ പണി പറഞ്ഞു എന്നാ വാ പോ. അകത്തും ഫോഗ് കയറിയിരിക്കുന്നു എന്നുവെച്ചാൽ എൻ്റെ കവറിൻ്റെ അകത്തെ, അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ മങ്ങളുണ്ടാകാൻ വീണ്ടും ചാൻസ് ഉണ്ട്. ഇതിൽ ടെലിപ്പോർട്ട് ലെങ്സ് ഒന്നുമില്ല. എൻ്റെ ഫോൺ മാറി കേട്ടോ, ഫോൺ മാറി. നമ്മൾ ഫോൺ മാറിയിട്ട് എൻ്റെ ബാക്കിലെ ഫോൺ എടുക്കുന്നത് ചാർജ് ചെയ്യുന്നതായി. അത് ചാർജ് നിൽക്കില്ല, പക്ഷേ വീഡിയോ എടുക്കാൻ കൊള്ളാനേ ഉള്ളൂ. പവർ ബാങ്ക് കൊണ്ട് നടക്കണം. സാറിൽ കല്ലൊക്കെ ഉണ്ട്, നോക്കി നടന്നില്ലെങ്കിൽ പോയി. അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരു പാറപ്പുറത്താണ് എത്താൻ പോകണ. കൈ ഒരു പാറപ്പുറത്ത് പോടാപ്പായി. അപ്പോൾ നോക്കി നടന്നില്ലെങ്കിൽ വീഴുന്നുള്ള ഉദാഹരണമാണ് കണ്ടത്. ഒരു ടേബിൾ പാറയുണ്ട്. നമ്മൾ ഈ ടേബിളിൻ്റെ പാറയുടെ പുറത്ത് നിന്ന് നോക്കിയാൽ ഇപ്പം വിജനമാണ്. കോട കൊണ്ട് എല്ലാ സീനും പോയിരിക്കുകയാണ്. അപ്പോൾ കൊള്ളാം, തണുപ്പ്. ഇവിടെ ഇപ്പം എന്തൊക്കെ ഉള്ള കേട്ടോ, എന്തൊക്കെ ഇതിൻ്റെ അകത്ത് വല്ല മലയാ കാടാ വല്ലതും കാണാൻ ചാൻസ് ഉണ്ടാവും. പക്ഷേ ഇപ്പം വൈറ്റ് വാഷ്. ഞാൻ നമ്മൾ നടന്നു പോകുമ്പോൾ വിഷ്ണുവിനെ കാണാം. വിഷ്ണുവിൻ്റെ കൂടെ തുഷാര ടീച്ചറിനെ കാണാം. പൊന്നു ടാറ്റാ. അപ്പോൾ താഴെ എല്ലാവരും ഇരുന്ന് വൈവ് അടിക്കുകയാണ്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഗൈസ് നമുക്ക് പോവാം. എന്തായാലും നിങ്ങൾ ഈ കാണുന്ന ഈ കോട കയറിയ ദൃശ്യം തന്നെയാണ്. കൂടെ നമ്മളെ കൂടെ ഉള്ളത് അപർണ, ആതിര, വാഹിദ് ആൻഡ് ഫാത്തിമ, അപ്പുറത്ത് ഗ്രീഷ്മ ആൻഡ് അസ്കർ, പിന്നെ നമ്മുടെ എല്ലാമായ പ്രിയപ്പെട്ട പ്രസാദ് സാർ. അങ്ങനെ അവര് പോകുന്നു. ഞാനിവിടെ ഉണ്ടെന്ന് അവർക്ക് ചിന്തയില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. കോട്ട കളിച്ചൂരി, മഴയൊന്നുമില്ല. എന്നിട്ട് എന്ത് പറയാനേ, നമ്മൾ നടന്നു പോകുന്നു. ദൂരെ മഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നത് അസ്കറിൻ്റെ കയ്യിലെ കമ്പാണ്. ഇവിടുത്തെ കുട്ടികൾ ഫോട്ടോ എടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെയും അവരെ അടിച്ചോട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അമലിനോടൊപ്പം ഞാൻ തന്നെയാണ്. കൂട്ടുകാരെ വ്ളോഗ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. സുധു ചേച്ചി ഫോൺ തന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് പോവുകയാണ്. ഇതാണ് സ്ഥലം. നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെയാണോ പോയത്? അല്ലല്ലോ. Thank you. Visit again. നമ്മൾ രാവിലെ കാപ്പി കഴിക്കാൻ വന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളെ വണ്ടി എവിടെയാണെന്തോ, എന്തായാലും ഇവിടെ സ്റ്റോപ്പ് ചെയ്താണ്. അത് ഇവിടെ എന്തായാലും ഗൈസ് നമുക്ക് നമ്മൾ കഴിച്ച ഹോട്ടലിൽ തന്നെ വന്നിട്ട് ബിരിയാണി തട്ടി കയറ്റുകയാണ്. ഞാൻ കഴിക്കുന്ന വീട് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഫാൽട്ട് ആൻസറിങ് എൻ്റെ പവർ ബാങ്ക് പിടിച്ചുകൊണ്ടാണ് ഹോൾഡ് ചെയ്യണം. അപ്പോൾ അതാ ഞാൻ കഴിക്കുകയാണ്. ഫോൺ ട്രാൻസ്ഫർ എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ കുറച്ച് വീഡിയോസ് ഫോട്ടോസ് എല്ലാം നമ്മൾ ഈ ഫോണിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രുതിച്ച് എവിടെ ഇരിക്കുകയാണല്ലോ. നമ്മുടെ വില്ലയിലോട്ട് വന്നിരിക്കുന്നു. എല്ലാം എടുക്കാം, നിങ്ങളൊക്കെ വന്ന് നിന്നാ മതി. അവിടെ കാലി സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് റോഡാണ്.
ഈ റോഡിൻ്റെ ഒരു തോടുണ്ട്, റോഡിൻ്റെ സൈഡിൽ തോടാണോ അല്ലല്ലേ തോടായിട്ട്. അപ്പോൾ ഈ എവിടെയാണ് വീട്. ഓക്കെ, അപ്പോൾ ഇതാണ്. നല്ലൊരു വണ്ടി കിടക്കുന്നുണ്ട്, നമ്മളെ വണ്ടിയാണ്. നമ്മൾ അകത്ത് കയറി പോകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ വില്ല. ഇത് മറ്റേ റൗണ്ട് അടിച്ച് വരാൻ പറ്റുന്ന ഏരിയയാണ്. മരങ്ങളും മലകളും എല്ലാമുള്ള ഒരു ചെറിയ വീട്. ഈ വീട് ചുറ്റിലും ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പോകാം. ചുറ്റിലല്ല, അതിനെ ചുറ്റിലുണ്ട്, അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും ഒരു വലിയ മരം കാണാം. ഓക്കെ, വീഡിയോ കണ്ട ദൂരെ ഒരു വെള്ളച്ചാട്ടം. ഞാൻ പറഞ്ഞതുപോലെ ആ ചെടി ഡിസ്റ്റർബൻസാണ്, എന്നിരുന്നാലും കണ്ടില്ലേ. അതിനുശേഷം ഈ ബൈക്ക് അടുത്ത് ഇതാണ് വീട്. ഇനിയെല്ലാം ചുറ്റി കാണാൻ പോകും. എവിടെയാണ് ക്യാമ്പ് ഫയർ നടത്താൻ? ഓ, എവിടെയാണ് രാത്രി ക്യാമ്പ് ഫയർ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? അങ്ങ് വെളയിലിട്ടാ? ഓ, അവിടെ. അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ റൂം കാണാൻ പോവാം. ഇവിടെ ഏതായാലും ബാഗ് എടുക്കണില്ലേ? ആ, എന്തായാലും നമുക്ക് വീട്ടിലോട്ട് കയറാം. വീട്ടിലോട്ട് കയറണമെങ്കിൽ അത് ചെരുപ്പ് കാണണമെന്നുണ്ട്. അങ്ങനെ വീട്ടിലോട്ട് കയറുമ്പോഴത്തേക്കും വൈഡാങ്കളാക്കൂ ഇങ്ങനെയാണ് നിങ്ങൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗോപുരത്തിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്കും പൊതുവായിട്ടൊരു ടി വി ഉണ്ട്, റൂം. അപ്പോൾ എല്ലാവരും വെളിയിലുണ്ട് ഗൈസ്. നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിലല്ല, വീട്ടിൻ്റെ ബാൽക്കണി ഫ്രണ്ടിൽ. അപ്പോൾ ഞാൻ കാണിച്ചു തരാനാണെങ്കിൽ ഇതാണ് സ്ട്രീറ്റിൽ ഫ്രണ്ടിൽ ബസ് ഇവിടെ കണ്ട ബസ്. ഓക്കെ, അപ്പോൾ ബസ്സിൻ്റെ ഇവിടെ നമ്മൾ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്കിപ്പോൾ സമയം 3:15. ഈ 3:15 സമയത്ത് ഒരു പരിപാടിയില്ല. ഡ്രസ്സ് മാറി ഫ്രഷപ്പ് ആവുക, അങ്ങനെ മാത്രമേ ഉള്ളൂ. ഞാനാണ് ഈ വാതിൽ തുറന്ന് ഇപ്പോൾ കയറിയത്. ഓക്കെ, ഹായ്. അപ്പോൾ നമുക്ക് ബോയ്സിന് കിട്ടിയൊരു റൂമാണിത്. അപ്പോൾ അതിൻ്റെ ബാഗും കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, വരടാ വാടാ, നോക്കടാ, നല്ല വീടാ. എങ്ങനെയുണ്ട് വീട്? ആ കൈ മാത്രമേ കാണിക്കുള്ളൂ. ഫ്രീ ഫോർ വിക്ടറി. ഇത് നല്ല സ്ഥലമാടാ. ഞാൻ അങ്ങാറ്റാലെ പോയിട്ട് വരാം. ആ ടെറസ് നോക്ക്. ഹായ്, ഹലോ. എന്ത് രസം, പറഞ്ഞു പോയി നോക്കാം. കാല് വെച്ച് ഇനി എവിടെ നിന്ന് ഡേയ് കട്ടനൊക്കെ അടച്ചിട്ടോ കേട്ടോ. നോക്ക്, നമ്മൾ നേരത്തെ പിടിച്ച വീഡിയോ കാര്യങ്ങളൊക്കെ. നമ്മളെ വലിയ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ 1, 2, 3, 4. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ആൻഡ് അതാണ് ഗൈസ് നമ്മുടെ സ്വിമ്മിങ് പൂള്. നമ്മൾ കുളിക്കാൻ പോണത്. എടാ സ്വിമ്മിങ് പൂള് ചെറിയ സ്വിമ്മിങ് പൂളേ സ്വിമ്മിങ് പൂൾ ബാത്തബ് കണ്ടാ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. എടീ ഞാൻ വെച്ച് തറയുള്ളതെന്ന്. ഓക്കെ, പോട്ടെ, കുഴപ്പമില്ല. എങ്ങനെയായാലും എന്ത് എടി സ്വർഗലോകം കണ്ടാ, എന്ത് രസമാണ് നോക്കിക്കേ. കുണുക്കു ചെറിയ മരങ്ങൾ. നമ്മളെ സൂര്യൻ വന്നിട്ട് അവിടെ നിൽക്കണായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് താഴോട്ട് പോകുമ്പോഴത്തേക്കും കണ്ട, അയ്യോ സൂമിൻ കണ്ട, മേഘത്തിൻ്റെ നമ്മൾ മേഘത്തിൻ്റെ മുകളിൽ പോയി. ഏകദേശം നമ്മൾ 1000 കിലോമീറ്റർ 1000 മീറ്റർ പൊക്കത്തിലാണ് പോയിട്ടുള്ളത്. അവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 1000 കിലോമീറ്റർ 1000 മീറ്റർ പൊക്കത്തിലാണ് നമ്മൾ ജീവിച്ച് ശീലിച്ചത്. 30 സംതിങ് മീറ്റർ പൊക്കമേ ഉള്ളൂ. ഈ പൊക്കം ആൾട്ടിറ്റ്യൂഡാണ്. ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ സീ ലെവലിനേക്കാളും എത്രത്തോളം പൊങ്ങുന്നു എന്ന് പറയാനാണ് ഈ ആൾട്ടിറ്റ്യൂഡ്. ഫീറ്റിലും പറയും, മീറ്ററിലും പറയും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും
നമ്മൾ 1000 മീറ്റർ പൊക്കത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. നല്ല വ്യൂ ആണ്. ഞാൻ ഇപ്പം നടക്കുന്ന ബാൽക്കണി അല്ല, ഇതാ തൊട്ട് ഇവിടെ 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 സൺസൈഡ് എവിടെ കൂടിയൊക്കെ പോയ തീന്ന്. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും പോയാൻ നാണ്ട് അവിടെയുണ്ട് ഒരു വെള്ളച്ചാട്ടം. ഈ വീട് ഞാൻ പറഞ്ഞില്ലേ ചുറ്റിലും വെള്ളച്ചാട്ടമാണ്. അവിടെ നോക്കിയ വെള്ളച്ചാട്ടം, എവിടെ നോക്കിയ വെള്ളച്ചാട്ടം, എല്ലായിടത്തും വെള്ളച്ചാട്ടം. ഇതാ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത് രേഷ്മ. ആരാണ്? ആര്? ഓക്കെ ഓക്കെ ടാറ്റ. അയ്യോ നമ്മൾ ഇവിടെ നിന്ന് അകത്തിട്ട് കയറുമ്പോഴത്തേക്കും പിന്നെ വേറെ ഒന്നുമില്ല. വിശേഷം പറയാമല്ലോ. ഇതിൻ്റെ എവിടെയൊക്കെ കുറേ പാടൊക്കെ ഉണ്ട്. അതൊക്കെ മരുന്ന് വെച്ച് പോകാൻ സമയം എടുക്കും. നമ്മൾ ഫുള്ള് ഇതാണ്ട് ഈ വഴി ഫുള്ളോട്ടൊന്ന് അല്ല വീട് ചുറ്റി ടാർപ്പൊക്കെ ഇട്ട് മറച്ചിട്ടുണ്ട്. എന്തിനാന്ന് ഇത് ആർട്ടിഫിഷ്യലി കുഴിക്കാത്ത നമ്മളിന്ന് ഫോട്ടോയിൽ കണ്ടത് ഇനി ഇവൻ എടുത്തതായിരിക്കും. ഇവനല്ലേ പ്ലാൻ ചെയ്തത്, അസ്കർ കോർഡിനേറ്റർ. അപ്പോൾ ഇത് പ്ലാറ്റ്ഫോം കെട്ടിയിട്ടുള്ള ടാർപ്പയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യലാണ്, ഫുള്ളേ ആർട്ടിഫിഷ്യലാണ്. പക്ഷെ ഇത് ഹൈലി എലിവേറ്റഡ് സംഭവമാണ്. വാ പീസി പൈപ്പാ എൻ്റെ പൊന്നെ, ഇതൊക്കെ താന്നു പോണ്. എന്താ തുരുമ്പിച്ച ചെത്ത് തള്ളു. ഞാൻ വൈഡാൻ കെട്ടിയിരുന്നു. എപ്പോൾ കണ്ട ഇപ്പടാ മഴ പെയ്യുന്നു. ഓക്കെ ഞാൻ മാത്രമേ ഉള്ളൂ. അയ്യോ ഞാൻ തോർത്തെടുക്കാൻ മറന്നുപോയി. തോർത്ത് ഒരു മുണ്ട് കൊടുക്കണമായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടം ഇത് കിടിലാണ്. കണ്ടോ ഇത് നൂലൂലിറങ്ങി. പക്ഷെ നൂലോലല്ല, എൻ്റെ ആ ഒരു വീതി കണ്ടാൽ അറിയാം ഇത് മഴ സമയത്ത് ഇങ്ങനെയല്ല പെയ്യണേന്ന്. ഓക്കെ ഇനി ആർക്കറിയാം. പിന്നെ ഇപ്പുറത്ത് നമ്മളിതിൻ്റെ ഞങ്ങൾ ഇതാണ് വ്യൂ. സത്യം പറഞ്ഞാൽ നമ്മളെ കാണുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു വ്യൂ ആയിരിക്കും. ഇത് അൾട്രാ വൈഡ് വ്യൂ ആണ്. ഇപ്പം ഞാൻ കാണുന്നത് ഇതേപോലെയാണ്. എൻ്റെ കണ്ണും ഇതും ഇപ്പം മാച്ചാണ്. ഇനി കുറച്ചുകൂടി സൂം ചെയ്താൽ ഇത് ലെൻസ് മാറുന്നേ ഉള്ളൂ. പക്ഷേ മാച്ച് ഞാൻ കാണുന്നതും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഞാൻ കാണുന്ന ഒറിജിനൽ എൻ്റെ കണ്ണിങ്ങനെ കാണുന്നത് അതേപോലെയാണ് കാണുന്നത്. പക്ഷേ എൻ്റെ കണ്ണിൽ കൂടി ബാക്കിയുള്ള സൈഡ് കാണാൻ പറ്റുന്നു. പക്ഷേ ഞാൻ ഫോക്കസ് ചെയ്യുന്ന സ്ഥലം കറക്റ്റായിട്ട് ക്യാമറ കാണുന്നു. അങ്ങനെ അപ്പോൾ എൻ്റെ കണ്ണ് ഇതാ ഇങ്ങനെയാണ്, കറക്റ്റാണ്. ഞാൻ എന്താണോ കണ്ണിൽ കൂടി കാണുന്നത് അതാണ് ഇപ്പോൾ ഇതായി ഈ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നത്. സൈഡിലെന്നേ ഉള്ളൂ, ഫോക്കസ് ചെയ്യുന്ന പോയിന്റ് മാത്രമേ ഉള്ളൂ. പൂളിൻ്റെ സൈഡ് അപ്പുറത്ത് ഷീറ്റിട്ട് മറിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കണ്ടോ, ഇതാണ് മറ്റേ ബാഗി ടൈപ്പിൽ ടാർപ്പ് പോലത്തെ ഷീറ്റിൽ നിറച്ചിട്ട് കമ്പ് താങ്ങി നിർത്തിയിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പൂളാണ്. മറ്റേ അപ്പോൾ തള്ളിയാൽ പിടിച്ചാൽ പോകുമെന്ന് പറഞ്ഞൂടെ. അങ്ങനെ കണ്ടോ. അങ്ങനെ നമ്മൾ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. ഓ നല്ല മഴയാണ്, ജലദോഷം. ഇത് ആഴമുണ്ടല്ലേ. ചാടിക്കോ. നീ നിക്കടാ, ആഴമുണ്ട് കേട്ടാ. അല്ല അത്ര ഉണ്ട് മതി, നല്ല ഉണ്ടാ. എടാ നമുക്കുണ്ട്, നമ്മളപേക്ഷിച്ചുണ്ടാ. ഞാൻ വിചാരിച്ച മൂക്ക് അങ്ങ് താന്നു പോവാം. ഫൈനലി ഗൈസ് നമ്മൾ ഫുള്ളിൽ ഇറങ്ങി. നമ്മൾ 3 നേരം ഇനിയും ഒരു പ്രശ്നവും ഇല്ല. ഹായ് ഹലോ. ഗേൾസ് എല്ലാം കുളിച്ച് പോയതുകൊണ്ട് തന്നെ പോയി. ചാടി. ഇത് മലപ്രദേശം. ഈ മലപ്രദേശത്തിന്റെ ദൂരെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇത് എന്നാ പറഞ്ഞ കാര്യല്ലേ. കേറിട്ടെ കോടാമഞ്ഞിന് ഓഹോ സ്വിമ്മിംഗ് പൂള് ഓഹോ. നമ്മൾ ഈ പൂള് രസിച്ചില്ല. വിഷ്ണുവിന്റെ കണ്ണൊക്കെ മഞ്ഞ കളർ എടുക്കുന്നു.
ഓക്കെ ഓക്കെ അങ്ങനെ ഇല്ല തള്ളകളെ മറക്കി 4 മിനിറ്റ് ഇങ്ങനെ നീ പോലെ പോലെ എന്നൊക്കെ പറയണേല് കേക്കണേ ഒന്നേതെടുക്ക ഇവന്റെ കയ്യിൽ കയ്യിൽ കാണുന്നു വിട് തന്നെ പിന്നെ വിട് വിട് ആളിനെ വിട് രാജകുമാരി അങ്ങനെയല്ല കൈ വിട് പെരുകള് നടക്ക് 4 പേർ വന്നാ വലിച്ചു വിട് ഓഫ് ചെയ്യട്ടെ ഓഫ് ചെയ്യട്ടെ എടാ ഓഫ് ചെയ്യട്ടാ 1 2 1 2 3 ഓ നമ്മള് എത്ര മണിക്ക് ഇറങ്ങിയത് 4 മണി 4 മണിക്കാ 3:30 3:30 കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയതാണ്. ഇപ്പൊ സമയം 7 മണിയാകുമ്പോൾ ഇപ്പോഴാണ് കയറാൻ പോണത്. അപ്പൊ കയറണ വീഡിയോ ലെജൻഡറി എൻട്രിയാണ്. ഞാനും പേടിക്കണ്ട. നമ്മുടെ ക്യാമ്പ് ഫയർ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാണ്. ചാടിപ്പോവാ. ഇവരെല്ലാരും ഇപ്പൊ ഫ്ലാഷ് ആണോ? കളകട്ടെ. ഒന്നുമില്ല, നിങ്ങൾ എടുത്താൽ മതി. നമ്മുടെ അടുത്തിൻ്റെ ക്യാമ്പ് ഫയർ ആണ്. അപ്പോൾ ആ ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. അവിടെ നിന്ന് തന്നെ വന്നേ. ഏത് ഷൂട്ട്? ക്യാമ്പ് ഫയറിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ പറയൂ. ആദ്യം ഫസ്റ്റ് എന്റെ ലാഭപ്പാടെ ഒരു ചെരുപ്പേ ഉള്ളൂ. സോറി, എന്റെ എക്സ്പെക്ടേഷൻ വേണ്ട. പറ. ഓക്കെ ഫാത്തിമ, ഫാത്തിമ എക്സ്പെക്ടേഷൻ പറ. ദാറ്റ്സ് പോയിന്റ്. മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു. ഓക്കെ അപർണ, അപർണ കണ്ണിന്റെ ഡാർക്ക് സർക്കിൾസ് ഇങ്ങനെ എടുത്ത് കാണും വീഡിയോയില്. രേഷ്മ പറയൂ. ശരി, നോട്ട് ഇൻട്രസ്റ്റഡ്. നിനക്കും എല്ലാം പറയാണ്ടോ എക്സ്പെക്ടേഷൻ? അറിയാം ചേച്ചിക്ക് എന്തെങ്കിലും എക്സ്പെക്ടേഷൻ? എല്ലാം ഇതിലൊരുക്കി. ക്യാമ്പ് ഫയറിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ? ഓക്കെ. ക്യാമ്പ് ഫയറിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ? Om zimam bing bing boom. Sustain se taaj de chati se. Om zimam bing bing boom. Sustain se tin tar hai dili kaun kase 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 ए निकी बत्तियां बुझा के बस ट्रिप लैंड കൊള്ളാം കൊള്ളാം. ഉണ്ട് ഉണ്ട്. അവിടെ ക്യാമ്പ് ഫയർ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളവിടെ ഗ്രില്ലിനുള്ള പരിപാടിയാണ്. എന്തോ കനൽ കത്തിച്ചപ്പോൾ ഇവർക്ക് എല്ലാവരും ആകാംക്ഷ എങ്ങനെ കത്തിക്കണത്. അങ്ങനെ എല്ലാവരും കൂടെ കൂടി നിൽക്കുകയാണ്. പയ്യന്മാരൊന്നും അവിടെ പോണില്ല. അലിഫാമിന്റെ ചിക്കൻ വെച്ചു. ചേർത്ത് ആ ചേർത്ത് അല്പം ചേർത്ത്. ഇത്ര ഗ്യാപ്പൊന്നും വേണ്ട. അത് തന്നെ വായി വെച്ചണ്ട അത്ര തന്നെ. ഗൈസ് അവിടെ പെൺകുട്ടികൾ ഡാൻസ്, ആൺകുട്ടികൾ
ഇതാണ് പരിപാടി. എൻ്റെ കൂടെ വിഷ്ണുണ്ട്, വാഹിയുണ്ട്, ഓൽവിനുണ്ട്, അസ്കറുണ്ട്. ആ ഓയിൽ മാത്രമേ വേറെ അങ്ങനെ നമ്മളെ രണ്ടാം സ്റ്റെപ്പോടെ നമ്മൾ ചിക്കൻ തീർന്നിരിക്കുന്നത് കേട്ടോ. എങ്ങനെയുണ്ട്? അവിടെ എല്ലാവരും കഴിക്കുന്നു. ടീച്ചർ അവിടെ എല്ലാം കഴിക്കുന്നു. ഇവിടെ എല്ലാവരും ചുട്ടുന്നു. ഏകദേശമായി നമ്മൾ തീർന്നു. ഇതും കൂടി തന്നെ ഫിനിഷായി. ഓക്കെ, പിസാ സാറുണ്ട് കൂടെ, വിഷ്ണു ഫ്ലാഷ് അടിക്കാനുണ്ട്, മറിച്ചിടാൻ വാഹിദും. എങ്ങനെയുണ്ട്? വേണ്ട വീഡിയോ ശരിയാവില്ല. മഴയുണ്ട് ഗൈസ്, മഴ മഴയത്താണ് ക്യാമ്പ് ഫയർ. രാത്രി ഉറങ്ങി ആദ്യം ഉറങ്ങിയുള്ള അടിയാണ്. കിട്ടുകളാ നിസ്സാരം. ക്യാമ്പ് ഫയറിൽ ഫുഡ് ആയിരിക്കുന്നു. ഫുഡ് ഗൈസ് ആരോ ഓടുന്നു. ഒരു വീഡിയോ
അങ്ങനെ നമ്മളിവിടെ വൈബ് അടിച്ച് ലാസ്റ്റ് സോങ് ആണ് ഇത് പറഞ്ഞ് അല്ലേ? കരുത്തന്മാരുടെ പട്ടാളം കരുത്തന്മാരുടെ പട്ടാളം പട്ടാളം കറണ്ട് അങ്ങനെ ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞ് സംസാരമൊക്കെ സംസാരിച്ച് നമ്മൾ തിരിച്ച് വീണ്ടും റൂമിൽ കയറുന്നു.